ഹായ് ഹലോ എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എന്താ പറയുക, പൊമഗ്രനേറ്റ് മാതളം. ഓക്കെ, ഇവിടെ എന്താണ് പറയുക, ദാളംപെരി എന്നങ്ങോട്ടാണ് പറയുക കേട്ടോ. കന്നഡയിൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല, അവർ സ്ലാങ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഞങ്ങൾ ഓൾറെഡി പെട്ടി ഓരോരോ ബോക്സ് വാങ്ങിയിട്ട് 1-2 ബോക്സ് വാങ്ങിയിട്ട് അത് പൊട്ടിച്ചിട്ട് ഓൾറെഡി ഇടും. എന്നിട്ട് പൊട്ടിച്ച് അത് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ആവശ്യത്തിന് എടുത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്കിത് ജ്യൂസ് ചോദിക്കുന്ന സമയത്ത് അടിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെ എന്നും 2 കുട്ടികൾ, ഒരു ആങ്ങളി ഒരു പങ്ങളും, അവർ മദ്രസയിൽ പോയിട്ട് പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഈ 2 ജ്യൂസ് ഡെയിലി കഴിക്കുന്നതാണ്, ഡെയിലി കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അവരെ ബാപ്പാനോട് ചോദിച്ചത്ര എവിടുന്ന ജ്യൂസ് കുടിക്കണം. അപ്പം അവർ പറഞ്ഞത്, അവരുടെ ബാപ്പ പറഞ്ഞത് സതീഷ് ഭായിൻ്റെ കടയിൽ നിന്ന് കുടിച്ചാൽ മതി, വേറെ എവിടെ നിന്ന് കുടിക്കണമായിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഒരു മാസത്തേക്ക് 1000 രൂപ അഡ്വാൻസ് ആയിട്ട് തരാൻ വേണ്ടി തോന്നുന്നു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, അങ്ങനെ വേണ്ട, ഞങ്ങൾ അങ്ങനെ അഡ്വാൻസ് വാങ്ങിയിട്ട് ജ്യൂസ് കൊടുക്കാറില്ല, നിങ്ങൾ ഡെയിലി ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അല്ല കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം പൈസ ഓൾറെഡി വാങ്ങി വെക്കേണ്ട ആവശ്യമില്ലെന്ന് അല്ലേ, അതല്ലേ ഒരു ശരി. അപ്പോൾ ആ കുട്ടികൾ ഇവിടെ വന്ന് കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയി സ്കൂളിലൊക്കെ പോവുക. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ജ്യൂസ് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. 2 ജ്യൂസാണ്. പിന്നെ ഞങ്ങൾ ചായ ആയാലും ജ്യൂസായാലും ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അതെന്തായാലും ഗണപതി ചില ആൾക്കാർക്കൊക്കെ മിത്താണ്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾ വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോകണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഈ ജ്യൂസ് എന്താ പറയുക, ഗണപതിക്ക് വെക്കാറുണ്ട്, ചായയും വെക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുടെ ഒരു വിശ്വാസമാണല്ലേ, നമുക്ക് നമ്മളെ വിശ്വാസം, അവർക്ക് അവർ വിശ്വാസം എന്നാണല്ലോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, ജ്യൂസായിട്ടുണ്ട്. നല്ല അടിപൊളി, എന്താ കളറല്ലേ, നല്ല കളറുണ്ട്. ഇത് ചിലപ്പോൾ 2-3 ബോക്സൊക്കെ വാങ്ങാറുണ്ട്. വാങ്ങിയിട്ട് ഞങ്ങൾ പൊട്ടിച്ചിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ട് ചെയ്യണം. അതുകൊണ്ട് ഭയങ്കര തണുപ്പായിരിക്കും. ഈ ജ്യൂസ് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അത്ര തണുപ്പുള്ള പാലെടുത്തിട്ടില്ല, കാരണം കുട്ടികൾക്ക് കുടിക്കണത് ചെറിയ കുട്ടികളാണ്. ചെറിയ പറഞ്ഞാൽ ഒരു 10-12 വയസ്സൊക്കെ ഉണ്ടാവും കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ കൂടെ തന്നെ ഗണപതിക്ക് വെക്കാനായിട്ടുള്ള ഒരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര അന്ധവിശ്വാസിയാണ്, നല്ല വിശ്വാസത്തിൽ, ദൈവത്തിനോടുള്ള വിശ്വാസം എനിക്ക് അന്ധമാണ്. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല അല്ലേ. ദൈവം ഒന്ന് കണ്ണടച്ചാൽ ഓർത്ത് നോക്കി ഈ ലോകം. അപ്പോൾ ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ 2 ജ്യൂസായിട്ടുണ്ട്. കുട്ടികളുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനൊക്കെ കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, പക്ഷേ ഈ കുഞ്ഞുങ്ങൾ അത് കാഷ്നട്ട് തിന്നാറില്ല, അതങ്ങനെ തന്നെ ബാക്കി വെക്കും. പിന്നെ എന്തിനാ വെറുതെ കളയുന്ന വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാറില്ല. ഓക്കെ, കേട്ടോ. ഇത് ഈ അളവും കാര്യങ്ങളൊക്കെ എനിക്ക് ഏട്ടനാണ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അല്ലേ. അവരെ പേരൊന്നും ചോദിച്ചിരുന്നില്ല. ഇനി എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവരെ പേരന്വേഷിച്ചിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ബൈ.